മലയാള സിനിമയ്ക്ക് അടുത്ത ആഴ്ച അതിനിർണായകമാണ്. ശ്രീ ഗോകുലം മൂവീസിനു വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് പ്രദർശനത്തിന് എത്തിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് 22-ന് തന്നെ റിലീസ് ചെയ്യാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമ്മതിക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് തീരുമാനിച്ചിരുന്നു. ഇതിനെ എതിർത്ത് സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊപ്പമാണ് സിനിമയ്ക്കുള്ളിലെ സംഘടനകൾ. താരസംഘടനയായ അമ്മയും ഫിയോക്കിന് എതിരാണ്. ഫെഫ്കയിലെയും അമ്മയിലെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും നിരവധി പേർക്ക് തിയേറ്ററുകളുണ്ട്. ഇതിനൊപ്പം മൾട്ടിപ്ലക്സുകളുടെ പിന്തുണയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുണ്ട്. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിലെത്തും. ഫിയോക് സമരം തുടങ്ങുന്നത് 23-ന് മാറ്റിയ സാഹചര്യത്തിലാണ് ഇത്. അടുത്തയാഴ്ച മലയാള സിനിമ റിലീസ് അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമാണിത്. ഇതിനെ മറ്റു സംഘടനകൾക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് നിർണായകം. അഞ്ചൽ വിജയകുമാറാണ് ഫിയോക്കിന്റെ നിലവിലെ നേതാവ്. ഈ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നടൻ ദിലീപും മോഹൻലാലിന്റെ വിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂരുമാണ്. പിന്നീട് ഇവർ സംഘടനയിൽ നിന്നും പിന്മാറി. രണ്ടുപേർക്കും തിയേറ്ററുകൾ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫിയോക്കിന്റെ പുതിയ സമര പ്രഖ്യാപനത്തെ ദിലീപും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് അട്ടിമറിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഫെഫ്കയും ഈ നീക്കത്തിൽ സഹകരിച്ചേക്കും. അടുത്തയാഴ്ചയും പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്താൽ അത് മറ്റൊരു സിനിമാ സംഘടനയുടെ ഉദയത്തിന് വഴിവെക്കും. ഈ വിഷയത്തിൽ ദിലീപും ആന്റണി പെരുമ്പാവൂരും നിർണായക നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് സൂചന. ലിബർട്ടി ബഷീറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന തിയേറ്റർ ഉടമകളുടെ ഫെഡറേഷന്റെ നിരന്തര സമര പ്രഖ്യാപനത്തെ പൊളിക്കാനായിരുന്നു വർഷങ്ങൾക്ക് ദിലീപ് ഫിയോക് ഉണ്ടാക്കിയത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കാരണം ദിലീപ് പതിയെ പിന്നോട്ട് പോയപ്പോൾ സംഘടന അഞ്ചൽ വിജയകുമാറിന്റെ കയ്യിലായി. പുതിയ സംഘടനയിലൂടെ വീണ്ടും തിയേറ്ററുകളിൽ പിടിമുറുക്കാനുള്ള ഇടപെടൽ വീണ്ടും നടന്മാരും സാങ്കേതിക വിദഗ്ധരും നിർമ്മാതാക്കളും ചേർന്ന് നടത്തുമെന്നാണ് സൂചന. അതിശക്തമായ വിമർശനമാണ് ഫിയോക്കിനെതിരെ ഫെഫ്ക നടത്തുന്നത്. ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു. മലയാള സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കില്ല എന്നാണ് ഫിയോക് പറയുന്നത്. അത് അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. മലയാള സിനിമയോട് അതിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരോട്, തൊഴിലാളികളോട്, നടീനടന്മാരോട്, മലയാള സിനിമയുടെ മഹത്തായ ചരിത്രത്തോട്, മലയാള സിനിമയെ നെഞ്ചേറ്റുന്ന കോടിക്കണക്കിന് ആസ്വാദകരോട്, മാതൃഭാഷാ സ്നേഹികളോട്, പൊതുസമൂഹത്തോട് കാണിക്കുന്ന അവഹേളനമാണിത്. അങ്ങേയറ്റം നിന്ദ്യമായ ഈ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് ഫിയോക്കിനോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ഇത്തരം സമര പ്രഖ്യാപനങ്ങൾ മലയാള സിനിമയെ നശിപ്പിക്കുമെന്നതാണ് ഫെഫ്കയുടെ നിലപാട്. മലയാള സിനിമാ സംഘടനയ്ക്കുള്ളിലെ എതിർപ്പിന് തെളിവാണ് ഫെഫ്കയുടെ വിശദീകരണവും. തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങൾ ധാരണ ലംഘിച്ച് നിർമ്മാതാക്കൾക്ക് OTTക്ക് നൽകുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് വിഷയത്തിൽ ദിലീപും ആന്റണി പെരുമ്പാവൂരും നിർണായക നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് സൂചന.